ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു മണിക്കൂർ കടന്നു പോകുന്നത് ഒരു മാസം പോലെ തോന്നുക. എന്റെ മോളെയും മീരയും അച്ഛനും അമ്മയൊക്കെ കാണണം തോന്നുക. ഇവനോട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് പോലും സംശയം. അനുപേട്ട അനുവേട്ട മോളെ അനുപേട്ട അച്ഛൻ അധികം സമയം എടുക്കരുത് കേട്ടല്ലോ. എനിക്കൊന്നും അറിയില്ല. ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും ഇതെന്താ അനുപേട്ടന്റെ മുഖത്തൊക്കെ? അനുപേട്ടനെ പോലീസുകാര് തല്ലിയോ? പോലീസുകാരല്ല എന്നെ തല്ലിയത്. പിന്നെ ഇന്ന് രാത്രി ഇതിനകത്ത് കിടന്നോണം. നാളെ രാവിലെ ലോക്കപ്പിലോട്ട് മാറ്റാം. അടങ്ങി ഒതുങ്ങി കിടന്നോളണം. അലമ്പൊന്നും കാണിക്കരുത് കേട്ടല്ലോ. ചെല്ലടാ. എനിക്ക് എണീക്കടാ. മിണ്ടി പോകരുത്. ചെങ്കൽ മധുവിന്റെ ആൾക്കാരാണ് ഞങ്ങള്. ഇതിനകത്തിട്ട് തീർക്കും നിന്നെ. വേണ്ട, എന്നൊന്നും ചെയ്യില്ല. അയ്യോ വേണ്ട, വേണ്ട. അയ്യോ എന്നൊന്നും ചെയ്യില്ല. വേണ്ട. അയ്യോ സാറേ. ഇങ്ങോട്ട് വരാൻ വീട് സാറേ. നടക്കണോ ഇങ്ങോട്ട്? പിടിച്ചോണ്ട് പോടോ എല്ലാത്തിനെയും. നിന്നെ തീർക്കാനേ ഞങ്ങൾ ഇനിയും വരൂടാ. ഇങ്ങോട്ട് പോടാ. മധു ആരാണെന്ന് എനിക്ക് അറിയില്ല. സൂക്ഷിച്ചോ. ഈശ്വര, ഞാൻ കണ്ട സ്വപ്നം വേറൊരു വിധത്തിൽ സംഭവിച്ചല്ലോ. അനൂപേട്ടനാകെ ഭയന്നിരിക്കുക. തൽക്കാലം അതിനെക്കുറിച്ച് അനൂപേട്ടനോട് പറയാൻ പറ്റില്ല.
ധൈര്യം കൊടുത്ത് സമാധാനിപ്പിക്കണം. അത് മാത്രമേ മാർഗമുള്ളൂ. ചെങ്കൽ മധുവിന്റെ ആളുകൾ എല്ലായിടത്തും ഉണ്ട്. റിമാൻഡ് ചെയ്ത് എന്നെ ജയിലിൽ കൊണ്ടുവന്ന അവിടെ വെച്ച് എന്നെ തീർക്കുന്ന അവന്മാര് ഭീഷണിപ്പെടുത്തിയത്. അനുപേട്ടൻ വിഷമിക്കണ്ട. ഒരു ജയിലിലേക്ക് അനുപേണ്ണെ കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല. ചെങ്കൽ മധുവല്ല, അതിനേക്കാളും വലിയ ഏത് ഗുണ്ട വന്നാലും അതിനെയൊക്കെ നമ്മൾ നേരിടും. എന്റെ അനുപേണ്ണന്റെ ദേഹത്ത് ഒരു പോറല് പോലും പറ്റാൻ ഞാൻ സമ്മതിക്കില്ല. അനുപേട്ടൻ ആ പെൺകുട്ടിയെ മനഃപൂർവ്വം ഇടിച്ച് കൊന്നൊന്നും അല്ലല്ലോ. ഫോണിൽ സംസാരിച്ചുകൊണ്ട് ശ്രദ്ധിക്കാതെ റോഡ് ക്രോസ് ചെയ്തത് ആ കുട്ടിയല്ലേ? അങ്ങനെ ഉണ്ടായ അപകടത്തിന് അനുപേട്ടനെ മാത്രം എങ്ങനെ കുറ്റം പറയാൻ പറ്റും? ഇതൊരു മോട്ടോർ ആക്സിഡന്റ് കേസ് മാത്രമാണ്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം കിട്ടിയേനെ. ഇത് ചെങ്കൽ മധുവിന്റെ സഹോദരിയായിപ്പോയി. നിർഭാഗ്യവശാൽ ഗർഭിണിയും. യഥാർത്ഥത്തിൽ അനുവേട്ടനെ രക്ഷിക്കാൻ തന്നെയാ ആ CI അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നത്. പക്ഷേ മധുവിന്റെ ആളുകള് ഇതിനകത്ത് കയറി പ്രശ്നം ഉണ്ടാക്കുന്ന അദ്ദേഹം വിചാരിച്ചു കാണില്ല. ഈ സ്റ്റേഷന്റെ അകത്തും അവന്റെ ആളുകളുണ്ട്. എന്റെ എല്ലാ കാര്യങ്ങളും അവരവനെ അറിയിക്കുന്നുമുണ്ട്. എന്നെ കാണാൻ വരുന്നവരെ കുറിച്ചും അവരോട് ഞാൻ സംസാരിക്കുന്നതിനെ കുറിച്ചും എല്ലാം മധു അറിയുന്നുണ്ട്. സച്ചി, സത്യം പറഞ്ഞ എനിക്ക് പേടിയാ. അനുവേട്ട, പോലീസ് സ്റ്റേഷനിലും ജയിലിലും ഒക്കെ കിടക്കാന്ന് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല. ഒരു മണിക്കൂർ കടന്നു പോകുന്നത് ഒരു മാസം പോലെ തോന്നുക. എന്റെ മോളെയും മീരയും അച്ഛനും അമ്മയൊക്കെ കാണണം തോന്നുക. അനുപേട്ട, ജീവനോട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് പോലും സംശയം. അനുപേട്ട, അവന്മാർ ഇനിയും വരും. എത്രയും പെട്ടെന്ന് എന്നെ ഇവിടുന്ന് രക്ഷിക്കണം. അല്ലെങ്കിൽ അവന്മാർ ഇതിനകത്തിട്ട് എന്നെ കൊല്ലും. ഇല്ല അനുപേട്ട, അനുപേട്ടനെ ഇനി ആരും ഒന്നും ചെയ്യില്ല. അതിന് വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. ഉടനെ തന്നെ അനുപേട്ടനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറക്കും. ഏട്ടൻ ധൈര്യമായിട്ടിരിക്ക. ഒരു നല്ല വക്കീലിനെ ഞങ്ങൾ ഇന്ന് തന്നെ ഏർപ്പാടാക്കാം. എന്റെ ഒരു സുഹൃത്തിന്റെ ജ്യേഷ്ഠനുണ്ട്. ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന വലിയ ക്രിമിനൽ ലോയറാ. അദ്ദേഹം വിചാരിച്ച ഉടനെ ജാമ്യം കിട്ടും. അതിനു മുമ്പ് നമുക്ക് CI സാറിനോട് ഒന്നുകൂടെ ഒന്ന് സംസാരിക്കണം. എന്തെങ്കിലും ഒരു കോംപ്രമൈസിലൂടെ ഈ പ്രശ്നം തീർക്കാൻ പറ്റുമോ നോക്കണം. എന്തായാലും അനുപേട്ടനെ പേടിക്കണ്ട. അനുപേട്ടനെ ഞങ്ങൾ ഇവിടെ നിന്ന് രക്ഷിച്ചിരിക്കും. മോളെ,